നിങ്ങൾക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് ആ ഒരു പൈസ സ്പെൻഡ് ചെയ്യുന്നതിന്, ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ ഓക്കെ ഇതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഒന്ന് കണ്ട് നോക്കി ഒന്ന് തൊട്ട് നോക്കിയൊക്കെ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ബജാജ് മോള് ബൈ അറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചർ ഇറക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക് സാധനങ്ങൾ ഓൺലൈനിൽ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയി ഫിസിക്കലി കണ്ട് ഡിസിഷൻ എടുത്തിട്ട് EMIയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ബജാജ് മോളിൻ്റെ പേജിലേക്കായിരിക്കും കൊണ്ടുപോകുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാറ്റഗറീസും കാണാൻ പറ്റും. അതായത് സ്മാർട്ട് ഫോൺസ്, എയർ കണ്ടീഷണേഴ്സ്, അതുപോലെ തന്നെ LED TVs, അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് കാറ്റഗറീസ് എല്ലാം കാണാൻ പറ്റും. ലെറ്റ്സ് സേ നിങ്ങൾ എയർ കണ്ടീഷണറാണ്, അതായത് AC ആണ് എടുക്കുന്നതെന്ന് വെച്ചോ. ചൂടുകാലം വരികയാണ്, നിങ്ങളൊരു AC വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. ACയുടെ കാറ്റഗറി സെലക്ട് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളും മോഡൽസും എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ സിറ്റി അല്ലെങ്കിൽ ടൗൺ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ സിറ്റി അല്ലെങ്കിൽ ടൗൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അടുത്ത് ആപ്പിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ലൊക്കേഷന് ചുറ്റുപാടുമുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം എനിക്ക് കാണിച്ചാൽ മതി എന്ന്. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് എൻ്റെ ലൊക്കേഷൻ്റെ തൊട്ടടുത്തുള്ള കടകളിൽ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ പ്രോഡക്ട്സ് മാത്രമേ ലിസ്റ്റ് ചെയ്ത് കാണിക്കുള്ളൂ. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു പ്രോഡക്റ്റൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഏതെങ്കിലും കടയിലേക്ക് പോവും, അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് കാണില്ല, നിങ്ങൾ തിരിച്ച് നടന്നു വരേണ്ടി വരും. അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകൾ മാത്രമായിരിക്കും കാണിക്കുന്നതും അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമായിരിക്കും കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇനിയും ഇതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് കറക്റ്റായിട്ട് നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ബേസ് ചെയ്തിട്ടും, അതായത് നിങ്ങൾക്ക് ഒരു സെർട്ടൺ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റ്സ് മാത്രമായിട്ടും, അതുപോലെ തന്നെ EMI റേഞ്ച് അനുസരിച്ചും, അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് അനുസരിച്ചും, അതുപോലെ തന്നെ മോഡൽസ് അനുസരിച്ചെല്ലാം നിങ്ങൾക്ക് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രിഫേർഡ് ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ EMI റേഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നാരോ ഡൗൺ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തെന്ന് വെച്ചോ, പ്രോഡക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പിൻകോഡ് അടിക്കാനായിട്ടൊരു ഭാഗം വരും. അവിടെ നിങ്ങളുടെ പിൻകോഡ് അടിക്കുക. ആ പിൻകോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് ചുറ്റുപാടുമുള്ള ഏത് ഷോപ്പിലാണ് നിങ്ങൾ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട്, സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളുടെ ആ തൊട്ടടുത്തുള്ള സ്റ്റോറിലേക്ക് പോവുക, സാധനം പോയി എക്സ്പീരിയൻസ് ചെയ്ത് പർച്ചേസ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ, അത് എനിക്ക് നോർമലി ഒരു കടയിൽ കയറി ചെന്നാൽ പോരെ, അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ എന്ന് ചോദിക്കും. അതൊന്നും ഞാൻ വ്യക്തമായിട്ട് തരാം. ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലോക്കൽ സെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നായിരിക്കും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. റിലയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഒറിജിനൽ ആയിരിക്കും. അതായത് നമുക്ക് പറ്റിക്കപ്പെടാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. ബജാജ് മോൾ വഴി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻ്റ് ആയിരിക്കും വരേണ്ടത്. അതായത് അപ്ഫ്രണ്ട് ആയിട്ട് നിങ്ങൾ ഒരു പൈസയും അടയ്ക്കേണ്ടി വരില്ല. ആൻഡ് EMI ഓപ്ഷൻസും വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള EMI ഓപ്ഷൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു 1000-1500 രൂപ വെച്ച് മാസം തോറും അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള EMI ഓപ്ഷൻസും നിങ്ങൾക്ക് കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാനിപ്പോൾ EMI എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 100 ഫോം കാണും ഫില്ല് ചെയ്യാനായിട്ട്. ആധാർ, അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് പോകണം, അതിൻ്റെ മറ്റേത് എടുത്തുകൊണ്ട് പോകണം, പാൻ കാർഡിൻ്റെ അത് എടുത്തുകൊണ്ട് പോകണം. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ഹസ്ലും ഇല്ലാതെ ഓൺലൈനായിട്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രോസസ്സ് ഞാൻ പറയുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞത് നമ്മൾ ഓൺലൈൻ ഇത് സെലക്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ അപ്രൂവൽ എടുക്കുന്നതും ഒക്കെയാണ്. ഇനി നിങ്ങൾ പോകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോർ അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻസ് ഓഫേഴ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ലുലു മോളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ലുലു മോളിലുള്ള എക്സ്ട്രാ ഓഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ QRS ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ളത് കിട്ടും. അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ളത് കിട്ടും. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോർ ബേസ്ഡ് ഓഫേഴ്സും പ്രൊമോഷനും നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആക്കാനായിട്ട് പറ്റും. നമ്മളൊരു സാധനം EMIക്ക് മേടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് മേടിച്ചതുകൊണ്ട് അവിടെ തീരുന്നില്ലല്ലോ. ഈ EMI നമ്മൾ മാസം തോറും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ EMI അടയുന്നത് ഇപ്പോൾ അറിയാലോ, EMI എവിടെയെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിലിനെ അത് ബാധിക്കും. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് റിലയബിൾ ആയിട്ടുള്ളൊരു സപ്പോർട്ട് കിട്ടും. ഇനി നിങ്ങളുടെ പ്രോഡക്റ്റിനാണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സപ്പോർട്ടും ഓരോ സ്റ്റോറിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ ബജാജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ബജാജ് മോളിൻ്റെ അകത്ത് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും 100% ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കാണിക്കുള്ളൂ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഫൈനാൻസിങ് ഫ്ലെക്സിബിലിറ്റിയും കിട്ടും. സോ
നിങ്ങൾക്ക് പെട്ടെന്ന് ഇതങ്ങ് അടച്ച് തീർക്കണം, ഒരു 3 മാസം 4 മാസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അത്രയില്ല, നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് മാത്രം എടുത്ത് മാത്രമാണ് നിങ്ങൾ അടയ്ക്കാൻ പ്ലാനെങ്കിൽ വളരെ ചെറിയ EMIയിലും നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തീരെ അറിവില്ലാത്ത ഏതെങ്കിലും പ്രോഡക്റ്റ് ഏതെങ്കിലും മേഖലകളിലാണ് ഞാൻ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറിലേക്ക് പോയതിന് ശേഷം ആ സ്റ്റോറിലുള്ള ആളുടെ അടുത്ത് സംസാരിക്കും, ആൾ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കും. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഇതെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങളത് യൂസ് ചെയ്യുക. അത് ഏത് സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു എന്ന് വെച്ചോ, ഒരു എയർ കണ്ടീഷൻ സെലക്ട് ചെയ്തു, അതും വേറെ പ്രോഡക്റ്റുകളുമായിട്ടുള്ള കമ്പാരിസൺ നിങ്ങൾക്ക് റിയൽ ടൈം ചെയ്യാൻ പറ്റും. 5 സ്റ്റാറുള്ള 2 AC ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഫീച്ചേഴ്സാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഫീച്ചേഴ്സ് അഡീഷണലി വരുത്തുന്നു, എന്തുകൊണ്ടാണ് പ്രൈസ് കൂടുതൽ, എന്തുകൊണ്ടാണ് പ്രൈസ് കുറവ്, ഇതെല്ലാം നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സും വയ്ക്കാനായിട്ട് പറ്റും. എസ്പെഷ്യലി നിങ്ങൾ ഫോണുകളൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ iPhone 15 Pro Maxും 15 Proയും കയ്യിൽ പിടിക്കുന്നത് ഡിഫറെൻറ്റ് ഫീലാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഓക്കെ ഇതിലേതാണ് എനിക്ക് ആപ്റ്റെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ iPhone 16 Pro Max ആദ്യം എടുത്തപ്പോൾ എനിക്കത് ഭയങ്കര വലുതായിട്ടാണ് ഫീൽ ചെയ്തത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ചാണോ ഒരു പ്രോ എടുത്താൽ മതിയായിരുന്നു, മാക്സ് എടുക്കണ്ടായിരുന്നു. അങ്ങനത്തെ അബദ്ധം നിങ്ങൾക്ക് പറ്റൂല. ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഈ ഡീൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ പിൻഡ് കമൻറ്റിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ൻ്റെ ലിങ്ക് കിട്ടും. ജസ്റ്റ് ഗോ അഹെഡ്, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നോക്കി കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടും ബജാജ് മോളോ അല്ലെങ്കിൽ ബൈ അറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓഫറിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിൻഡ് കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.